ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എവിടെയൊക്കെ മാത്സ് പഠിക്കുന്നോ അവിടെയൊക്കെ ആവശ്യമുള്ള തിയറമാണ്, വളരെ പ്രധാനപ്പെട്ട തിയറമാണ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം എന്ന് നമുക്ക് നോക്കാം. ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളെ പൈതഗോറസ് തിയറം പഠിപ്പിച്ചുതരാം. നോക്കിക്കോ. പണ്ട് ഒരു നാട്ടിൽ കുട്ടൂസൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആരാടാ? കുട്ടൂസൻ. നമ്മുടെ ബാലരമയിലുള്ള കുട്ടൂസൻ അല്ല, ഇത് വേറെ കുട്ടൂസൻ കേട്ടോ. കുട്ടൂസൻ ഒരു മോൻ ഉണ്ടായിരുന്നു. കുട്ടൂസൻ്റെ മോൻ്റെ പേരായിരുന്നു ഷേരു. എന്താടാ? ഷേരു. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയാൽ മനസ്സിലാവുമോ? ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം. ഷേരു. ഓക്കെ. ഷേരുവിനോട് കുട്ടൂസൻ എന്ത് പറഞ്ഞു എന്നറിയോ? അവൻ്റെ വീടിന് മുന്നിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ കയറാൻ പാടില്ല. ആ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. വലിയൊരു ടാപ്പും കൈ കൊടുത്തു. വലിയൊരു ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്ത് മെഷർ ചെയ്യുന്ന സാധനം ടാപ്പ്. അതും കൈ കൊടുത്തു. നിങ്ങളെ സ്കെയിലിൻ്റെ വലിയ സാധനമല്ലേ നമ്മൾ നീളമൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്നത്, ആ സാധനവും കൈ കൊടുത്തു. മരത്തുമ്പോൾ കയറാൻ പാടില്ല, അല്ലെങ്കിൽ കൊക്കയുണ്ടൊന്നും അങ്ങനെ എന്താ പറയുക, ഹൈറ്റ് ക്ലിയർ ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത് കുത്തനുള്ള മര. എങ്ങനെ കണ്ടുപിടിക്കുന്നതായി ഷേരു ഫുൾ ആലോചിച്ചു, കിട്ടിയില്ല. അങ്ങനെ ഷേരു എന്ത് ചെയ്തു? നൈസായിട്ട് മാത്സിൻ്റെ ടീച്ചർ എടുത്ത് പോയി. സാർ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. മാത്സ് സാർ എന്ത് ചെയ്തു അറിയോ? ഷേരുവിനോട് പറഞ്ഞു, മോനെ നീ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഏണി കൊടുക്കുക. ഏണി കൊടുത്തു കൊണ്ടുവന്നിട്ട് ആ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ആ ഏണി ചാരി വെക്കുക. മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഏണി ചാരി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഷേരു അങ്ങനെ ചെയ്തു. ഷേരുവിന് ആ ഏണീൻ്റെ ലെങ്ത് അറിയാം. ഷേരു എന്ത് ചെയ്തു? ആദ്യം ആ ഏണി നിലത്ത് വെച്ചിട്ട് ഏണീൻ്റെ ലെങ്ത് ടാപ്പ് കൊണ്ട് അളന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മാഷ് പറഞ്ഞ പോലെ അങ്ങനെ എന്താക്കി വെച്ചു? മേലെ കൊണ്ടുവച്ചു. എന്നിട്ട് മാഷ് പറഞ്ഞു, അപ്പോൾ ഈ ഒരു ഏണീൻ്റെ നീളം മോൻ അറിയാം, ഏണീൻ്റെ ലെങ്ത് മോൻ അറിയാം. ഇനി എന്ത് ചെയ്യുക? ഈ മരത്തിൻ്റെ ചോട്ടുനിന്ന് ഏണീൻ്റെ അറ്റത്തേക്ക്, ഏണീൻ്റെ അറ്റല്ല നിലത്ത് വെച്ച അറ്റത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ ഏണീൻ്റെ ഡിസ്റ്റൻസും ഷേരുവിന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് സാർ ഷേരുവിനോട് പറഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് പൈതഗോറസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ. പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് സാറ് ഷേരുവിനെ ഹെൽപ്പ് ചെയ്തത്. മനസ്സിലായില്ലല്ലോ? മനസ്സിലാവണമെങ്കിൽ പൈതഗോറസ് തിയറം എന്താണെന്ന് അറിയണം. എന്താണ് പൈതഗോറസ് തിയറം എന്ന് നമുക്കൊന്ന് നോക്കുക. സിമ്പിളാണ് മക്കളെ. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രയാങ്കിൾ, അതിൽ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ മാത്രമേ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാക്കുക, ഫസ്റ്റ് റൂൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. ആ 90 ഡിഗ്രി ആംഗിൾ വരുന്ന സൈഡ്സ് ഇല്ലേ, ആ സൈഡ്സ് നമ്മൾ ബേസ് എന്നും ഹൈറ്റ് എന്നും വിളിക്കും. പൊതുവെ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുക, കുത്തനുള്ളതിനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കും. ആ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവുന്ന രണ്ട് സൈഡ്സ്, അത് ഫോം ചെയ്യേണ്ട രണ്ട് ലൈൻസ് കൂടി ചേർത്തല്ലേ, ഈ ലൈനും ആ രണ്ട് ലൈൻസ് അല്ലെങ്കിൽ ആ രണ്ട് സൈഡ്സിനെയാണ് നമ്മൾ ബേസും ഹൈറ്റും എന്ന് വിളിക്കുക. ബേസും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹൈപ്പോഡിനിയസ് മാറിപ്പോരുത്. 90 ഡിഗ്രി ആംഗിൾ ഇല്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പോഡിനിയസ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഹൈപ്പോഡിനിയസ് എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ചരിഞ്ഞ സൈഡ് എന്നൊക്കെ വിചാരിക്കുക, അങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള സൈഡ്. അങ്ങനെ എടുക്കരുത്. അത് നിങ്ങൾ എന്താ പറയുക, കുറച്ചുകൂടെ കോംപ്ലക്സ് ഫിഗേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ 90 ഡിഗ്രി ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോഡിനിയസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഹൈപ്പോഡിനിയസ് ഇല്ലേ, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ ആണെങ്കിൽ അത് 2 × 2 ആണ്. 2ൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതുക അറിയോ? 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് എഴുതാം. അത് 2 × 2 ആണ്. ഇനി 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 2 അല്ല, 3 × 3 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. 1000ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1000 × 1000 ആണ്. മനസ്സിലായോ? സ്ക്വയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈപ്പോഡിനിയസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മിന് ഈക്വൽ അറിയോ? ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ, അതിന് ഈക്വലാണ് ഹൈപ്പോഡിനിയസിൻ്റെ സ്ക്വയർ. ക്ലിയർ ആണോ? ബേസിൻ്റെ സ്ക്വയറും
ഹൈറ്റിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടിയാൽ നമുക്ക് ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റാണോ? ഇനി നിങ്ങൾക്ക് ബേസ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ വേണം. ഞാൻ വേറെ കാര്യം പറയാം. ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ബേസിൻ്റെ സ്ക്വയറും ഹൈറ്റിൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ബേസിൻ്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയറിന്ന് ഹൈറ്റിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഹൈറ്റിൻ്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ ഞാൻ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കോളെ. ഹൈറ്റിൻ്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ നമ്മൾ ബേസിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ മക്കളെ, നേരത്തെ തന്നിട്ടുള്ള ആ ഒരു ലാഡറിൻ്റെ നീളം 5 മീറ്ററാണ്. ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ലാഡറിൻ്റെ ചുവട്ടിലേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അത് 4 മീറ്റർ ആണെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ ഹൈറ്റ് എത്ര വരും? നിങ്ങൾ നോക്കുക, മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ ഒരു ഹൈറ്റാണ് അല്ലേ? ഇതാ അത് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഞാൻ ആ റെഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം. ഇപ്പോൾ കാണുന്നില്ലേ? ആ ഒരു നീളമാണ് മരത്തിൻ്റെ ഹൈറ്റ്. ഇതാ ഈ ഒരു നീളം. ഏത് നീളം? ഈ ഒരു നീളമാണ് മരത്തിൻ്റെ ഹൈറ്റ്. അതെത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതെന്താ? ബേസ്. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഹൈപ്പോഡിനസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ. ഹൈപ്പോഡിനസ് എത്രയാ? 5. 5ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ 3 25 മൈനസ് 4 സ്ക്വയർ 3 16. 25 ആണ്. 25 സ്ക്വയർ അല്ല, 25. 25 മൈനസ് 16. 25 മൈനസ് 16 എത്രയാ? 9. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഹൈറ്റ് എത്രയാ? ഏതോ ഒരു നമ്പറിന് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. നിങ്ങൾ നോക്ക്, 3 × 3 അതല്ലേ 9. അപ്പോൾ 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഹൈറ്റ് എത്രയാ? 3. 3ൻ്റെ സ്ക്വയർ ആണല്ലോ 9. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ നമുക്കറിയാം 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഹൈറ്റ് എത്രയാ? 3. ഹൈറ്റ് 3 എന്ന് കിട്ടി. ഹൈറ്റ് 3 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ ഈ സൈഡ് 6 ആണ്, 6 സെൻറ്റിമീറ്റർ. ഇത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോഡിനസ് എത്ര വരും? സിമ്പിളാണ്. ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ ആണ്. അഥവാ 6 സ്ക്വയർ എത്രയാണ്? 6 36 പ്ലസ് 8 8ൻ്റെ സ്ക്വയർ 8 64. 36 64 36 പ്ലസ് 64. 30 പ്ലസ് 60 എത്രയാണ്? 90. 6 പ്ലസ് 4 10. 90 പ്ലസ് 10 100. ഓക്കെ, അപ്പോൾ ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ 100 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 100 വരിക? ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ ഹൈപ്പോഡിനസ് എത്ര വരും? ഏത് നമ്പറിൻ്റെ സ്ക്വയർ 100 വരിക എന്ന് ആലോചിക്കി. 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. ഇനിയിപ്പം 9ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 9 × 9 81. 10ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 10 × 10 100. അപ്പോൾ 10ൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ ഹൈപ്പോഡിനസിൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ 10ൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ ഹൈപ്പോഡിനസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറസ് തിയറത്തിൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഏതെങ്കിലും 2 സൈഡ് തന്നു കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ പൈതഗോറസ് തിയറം. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.